യുക്രൈൻ റഷ്യ വെടിനിർത്തൽ ചർച്ചകൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈനും റഷ്യയും വെടിനിർത്തൽ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കും. ചർച്ചകൾക്ക് വത്തിക്കാൻ വേദിയാകുമെന്നും സൂചനകളുണ്ട്. കരാർ വ്യവസ്ഥകൾ തീരുമാനിക്കുക യുക്രൈനും റഷ്യയുമായിരിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി 2 മണിക്കൂർ നീണ്ട ഫോൺ സംഭാഷണത്തിനു ശേഷമാണ് ട്രംപിന്റെ പ്രതികരണം. യുക്രൈൻ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. സമാധാന ചർച്ചകൾക്ക് ആതിഥ്യം വഹിക്കാൻ തയ്യാറാണെന്ന് വത്തിക്കാൻ അറിയിച്ചതായും ട്രംപ്. ചർച്ചകളിൽ നിന്ന് ട്രംപ് പിന്മാറുമെന്ന വാർത്തകൾക്കിടെയാണ് സമാധാന ചർച്ച ഉടൻ തുടങ്ങുമെന്ന ട്രംപിന്റെ പോസ്റ്റ്. പുടിനുമായുള്ള 3ാമത്തെ ഫോൺ സംഭാഷണമാണിത്. എന്നാൽ വെടിനിർത്തലിൽ പുതിയ പുരോഗതിയുണ്ടായില്ലെന്നാണ് വിവരം. 2 ദിവസം മുൻപ് യുക്രൈനും റഷ്യയും തമ്മിൽ തുർക്കി തലസ്ഥാനമായ ഇസ്താംബുളിൽ നടന്ന ചർച്ചയിൽ തടവുകാരെ കൈമാറുന്നതിൽ ധാരണയായിരുന്നു. ഇന്നലെ പുടിനുമായി നടത്തിയ സംഭാഷണത്തിനു പിന്നാലെ സെലൻസ്കിയുമായും യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കളുമായും ട്രംപ് ചർച്ച നടത്തി. ഉപാധികളില്ലാത്ത വെടിനിർത്തലാണ് യുക്രൈൻ ജനതയുടെ ആവശ്യമെന്ന് സെലൻസ്കി ആവർത്തിച്ചു. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപനം എപ്പോൾ എവിടെ ഉണ്ടാകുമെന്നതിലോ യുദ്ധം എന്ന് അവസാനിപ്പിക്കുമെന്നതിലോ വ്യക്തതയില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24.